ബ്രേക്കിംഗ് ന്യൂസ്. സിറ്റിയിൽ ടുങ് ടുങ് സഹൂർ എന്ന് പറഞ്ഞ ഒരു ജീവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും അധികം പുറത്തേട്ട് ഇറങ്ങരുത്. ബ്രേക്കിംഗ് ന്യൂസ്. അതെന്ത് ജീവി? എടാ ഷിൻചാനെ, രാത്രി 12 മണിയായി, പോയി കിടക്കാൻ നോക്ക്. അണ്ണ നിങ്ങൾ കിടക്കുന്നില്ല. അതെന്താ? ഞങ്ങളൊന്ന് പുറത്തു നിന്നോളാം. എടാ, സിറ്റിയിൽ പുതിയ ജീവി വന്നിക്കണ്. നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകും ചിലപ്പോ. ഞാൻ 1 വർഷമായിട്ട് പറയുന്നല്ല ഇത്. ഇല്ലെങ്കിൽ നിർത്തിക്കൂടെ ഫ്രാങ്ക്ലിൻ? ഞങ്ങള് പോവാ. നീ എങ്ങോട്ടെങ്കിലും പോവും. അയ്യോ, എനിക്ക് പേടിയാവും. ഞമ്മ പറഞ്ഞത് ശരിയാണോ? അയ്യോ, എനിക്ക് പേടിയാവും. ഞാൻ പോവാ. ആ ഡോറിമോന് പോയി. ഞമ്മ പറഞ്ഞത് ശരിയാണോ? അയ്യോ, എനിക്ക് പേടിയാവും. ഞാനും പോവാ. പേടിത്തൊണ്ടന്മാര്, ഞാൻ ഇന്ന് രാത്രി ഫുള്ള് ഇവിടെ നിൽക്കും. അണ്ണനെ കാണിച്ചു കൊടുക്കണം. അതെന്ത് ജീവിയാ? സഹൂർ, നിങ്ങ ഞാൻ പിടിച്ചു കൊണ്ടുപോകും. അയ്യോ അയ്യോ, നാട്ടുകാരെ രക്ഷിക്കണേ. ഇനി ഒരാൾ ഒരു ജീവി ഇന്നെ പിടിച്ചു കൊണ്ടുപോകുന്നേ. അയ്യോ, രക്ഷിക്ക്. ഈ കോഴിക്കൊന്നും വേറെ പണിയില്ലേ? രാവിലെ ആയില്ലേ? പോയി ജിമ്മെടുക്കാം. മസിലൊക്കെ പെരുകി വന്നല്ലോ. അല്ല, ഈ ഷിൻചാനും പിഞ്ചാനും ഡോറിമോനൊക്കെ എവിടെ പോയി? ഞാൻ എന്തായാലും അവരെ വിളിക്കാം. പക്ഷേ ഇന്നലെ ഷിൻചാനും പിഞ്ചാനും ഡോറിമോനും പുറത്തു പോയി. രാത്രി ഫുള്ള് അവിടെ നിന്നീനി. ഈ ഡോറിമോനും പിഞ്ചാനും അകത്തായിട്ട് വന്നു. പക്ഷെ ഷിൻചാനെ മാത്രം ഞാൻ കണ്ടില്ല. അവന് എവിടെ പോയി? ചിലപ്പോ മേലെ ഉണ്ടാവും. നോക്കി വെക്കാം. പക്ഷെ ഞാൻ ജിമ്മെടുത്തപ്പോ അവിടെ കണ്ടില്ലല്ലോ. ഞാൻ കാണാത്ത ഒളിച്ചെടുക്കായിക്കാരും എന്തായാലും പോയി കണ്ടു. എവിടെ പോയി? എടാ പിഞ്ചാനെ, ഡോറിമോനെ ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു. കടന്നു കയറല്ലേ. എന്താ എടാ, ഷിൻചാനെ കണ്ടോ? ഇല്ല അണ്ണ, ഇന്നലെ രാത്രി ഞങ്ങളപ്പം നിന്നതേ. ഞങ്ങള് പെട്ടെന്ന് വീട്ടിൽ കയറി. പക്ഷെ ഷിൻചാൻ മാത്രം വീട്ടിൽ കയറിയില്ല. എടാ ഡോറിമോനെ, നിനക്ക് അറിയോ ഷിൻചാൻ എവിടെയാന്ന്? ഇല്ലണ്ണ, എനിക്കറിയില്ല. എടാ പിഞ്ചാനെ, നിനക്കറിയോ? അറിയോന്ന് പറയും. ഷിൻചാനെ എനിക്കറിയില്ല. എടാ പൊട്ടാത്ത് നാട്ടിൽ തന്നെ പറഞ്ഞൂടെ? എന്തിനാ കിടന്ന് കൗണ്ടറാക്കിയത്? ഇതിപ്പോ ഒരു കാര്യം അറിയാം. എന്താ? അവൻ ഞങ്ങളപ്പോ രാത്രി അത് ഡോറിമോൻ പറഞ്ഞില്ലേ? സോറി. ഞാൻ എന്തായാലും പുറത്തേക്കൊന്ന് പോയി അന്വേഷിക്കണം. എങ്ങോട്ട് അന്വേഷിക്കുന്നു? എടാ, ഷിൻചാനെ മിസ്സിംഗ് ആണ്. അപ്പം പോസ്റ്ററും ഇതൊക്കെ ഒട്ടിക്കണം. പിന്നെ ആൾക്കാരോട് ഇവിടെ ഈ ചെക്കൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിക്കണം. ഏത് ചെക്കൻ? എടാ പൊട്ടാ, ഷിൻചാൻ. സോറി. അല്ലടാ ഡോറിമോനെ, നീ എന്തിനാ സോറി പറഞ്ഞേ? അണ്ണ ഇങ്ങോട്ടല്ലേ പറഞ്ഞേ? എടാ, ഞാൻ പിഞ്ചാനോടാ പറഞ്ഞേ. അപ്പൊ ഞാൻ പോവാണ്. ടാറ്റ. ശരി, ടാറ്റ. അണ്ണ എന്താ പാൻറ് ഇടാത്ത? അയ്യോ, സോറിടാ. അപ്പൊ ശരി, ഞാൻ പോവാണേ. ബൈ അണ്ണ. ശരി, ടാറ്റ. നമ്മളെന്തായാലും ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷിൻചാന് മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു ചേട്ടൻ പോണ്ട്. ഈ ചേട്ടനോട് ചോദിച്ചേക്കാം. ചേട്ടാ, ഈ കുട്ടീനെ കണ്ടീനോ? ഇല്ലോ മോനെ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ ചേട്ടാ, താങ്ക്സ്. ഈ ചേട്ടൻ ചോദിച്ചേക്കാം. ചേട്ടാ, ഈ കുട്ടീനെ കണ്ടീനോ? ഇല്ലോ മോനെ, ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. ചേട്ടാ, ഈ ഒരു കുട്ടീനെ കണ്ടീനോ? ഇല്ല മോനെ. ചേട്ടാ, താങ്ക്സ്. ചേച്ചി, ഈ ഒരു കുട്ടീനെ കണ്ടീനോ? ഗൈസ്, ഇനി സിറ്റി അടിച്ചു പറക്കാൻ ഒരു സ്ഥലവും ഇല്ല. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ ഷിൻചാനെ? ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് രമേശന്റെ അടുത്ത് പോവാം. അവന് പണ്ട് ഹാക്കിംഗ് ഒക്കെ അറിയാലോ. അപ്പൊ അവനെ കൊണ്ട് ഹാക്ക് ചെയ്ത് ഈ ഷിൻചാന്റെ മൊബൈല് ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയ അവിടെ കണ്ടുപിടിക്കാം. പിന്നെ അവന്റെ ഷൂവിന്റെ അടിയിൽ ഞാൻ ട്രാക്കർ വെച്ചിട്ടുണ്ട്. അഥവാ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സ്വന്തമായി രമേശന്റെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. എടാ രമേശ, ഇറങ്ങി വാടാ. ഓടെ ഫ്രാങ്ക്ലിനെ, നീ എന്താടാ അങ്ങോട്ട് വന്നേ? എടാ, നമ്മളെ ഷിൻചാനെ മിസ്സിംഗ് ആണ്. ഷിൻചാനെ മിസ്സിങ്ങോ? അതെ.
ഇന്നലെ 12 മണിക്ക് രാത്രി പുറത്തിറങ്ങി നടക്കേ. പക്ഷെ ഡോറിമോനും പിഞ്ചാനും പേടിയായ അകത്തന്നെ കയറി. പക്ഷെ ഷിൻചാൻ മാത്രം വന്നില്ല. ഓ അങ്ങനെയാണല്ലേ. എടാ നീ ഒന്ന് ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചു തരുമോ? ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. കുറെ നാളായി എൻ്റെ ഹാക്കർ സ്വഭാവം പുറത്തേക്ക് എടുത്തിട്ട്. ഇന്ന് ഒന്നുകൂടി ഒന്ന് പരീക്ഷിക്കണം. അപ്പടാ ഫ്രാങ്ക്ലിനെ ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഗ്രേപ്പി നഗറിലാണ് ഷിൻചാന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പൊ നീ എവിടെ പോയോ? ഓക്കടാ രമേശ, താങ്ക് യു. ഗൈസ്, നമുക്ക് എന്തായാലും ഷിൻചാന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? രമേശ പറഞ്ഞത് ഗ്രേപ്പി നഗറിലാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഗ്രേപ്പി നഗറിൽ പോവാ. 2 hours later. ഗായ്സ്, നമ്മളെന്തായാലും ഗ്രേപ്പി നഗറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സഹൂർ. അയ്യോ, ഇനിയൊന്നും ചെയ്യല്ലേ. ഓഹോ, നിന്നെ ഞാൻ കൊല്ലും. ഞാനല്ല, അങ്ങൾ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. സഹൂർ. ഹെൽമെറ്റ് ഇട്ടേക്ക്, അല്ലെങ്കിൽ തലക്ക വടി കൊണ്ട് അടിക്കും. സഹൂർ. അയ്യോ രക്ഷിക്കണേ. ഇത് ഷിൻചാന്റെ സൗണ്ട് അല്ലേ? അയ്യോ നാട്ടുകാരെ രക്ഷിക്കണേ. സഹൂറിനെ കൊല്ലുന്നേ. അണ്ണ ഇങ്ങോട്ട് വാ. ഏടാ ഷിൻചാനെ നീ? അണ്ണ ഇവരെ നിന്നെ പൊടിച്ചുകൊണ്ടേ. ഇവരിന്റെ ഷിൻചാനെ കാട്ടില്ലേ. സഹൂർ. എടാ ടുങ്ങേ, നീ ആ ഒരു ചെക്കനെ പിടിച്ചു കൊണ്ടേക്കും. അതും കൂടാതെ ഈ മനുഷ്യനെ. ഷിൻചാനെ തൊടാനായില്ലേ? അയ്യോ രക്ഷിക്കളെ. സഹൂർ. സഹൂർ. സഹൂർ ഇവിടെ ഒരു സഹൂർ മാടൊന്ന് പിടിച്ചോ. എന്നോട് കളിക്കുന്ന ഫ്രാങ്ക്ലിനോട് കളിച്ച അത് തീപ്പൊരിയാണ്. പക്ഷെ ഡയലോഗ് മാറിപ്പോയല്ലോ. ആ വണ്ടിയിലാവട്ടെ. ആ സഹൂറിനെ ഞാൻ കൊല്ലും. സഹൂർ നിക്കടാ, നിന്റെ പാട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. സഹൂർ. ആ ഇനി ഇവിടെ ഉണ്ടല്ലോ. ആ എല്ലാത്തിനും ഞാൻ കാണിച്ചു. സഹൂർ. സഹൂറോ? അല്ല മാറിപ്പോയി. സഹൂർ. ആ അതന്നെ ഗൈസ്, നമ്മളെന്തായാലും എല്ലാ സഹൂറിനെയും കൊന്നിട്ടുണ്ട് കേട്ടോ. സഹൂർ. സഹൂർ. അവിടെ സഹൂർ. ഇവനെ ഞാൻ കൊന്നിട്ട് വേറെ കാര്യം. സഹൂർ. ആ കണ്ട അവിടെ നിൽക്കട്ടെ. അവന് ഞാൻ കൊന്നിട്ടുണ്ട്. എല്ലാത്തിനും കൊന്നു ഗൈസ്. ഇവിടെ ഒരു സഹൂർ. ഇതിന് ഞാൻ കൊല്ലും. ഒന്ന് പിടിച്ചോ, അല്ല പിന്നെ ഈ ഫ്രാങ്ക്ലിന്റെ ഷിൻചാനെ കൊണ്ടുപോവോ? ആരാ ഷിൻചാന്? ഫ്രാങ്ക്ലിന്റെ ഷിൻചാൻ. ഓ സോറി. അണ്ണാ അവിടെ സഹൂർ. ഷടാ, ഇവന്മാർ ഇതുവരെ പോയില്ലേ? എവിടെ പോയി അവന്? അണ്ണ പിടിച്ചവന്. അല്ല പിന്നെ അണ്ണ അപ്പൊ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അണ്ണ ഒരുത്തൻ. ഓ ഇവന്മാർ ഇതുവരെ തീർന്നില്ല. പ്രാന്തി പിടിക്കും. നിന്റെ കൈ കടയുന്ന തോക്ക് പിടിച്ച്. ഓക്കെ, എന്തായാലും തീർത്തിട്ടുണ്ട്. ഓ കഴിഞ്ഞു. അണ്ണ നമുക്ക് പോവാ. ഈ സ്ഥലം സേഫ് അല്ല. ആടിഞ്ചാനെ വാ പോവാ. അപ്പൊ ഗൈസ്, ഇന്നത്തോടെ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇവിടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.